സമയം രാവിലെ 8 മണി. ലാപ്ടോപ്പിൽ ചറവാ ടൈപ്പ് ചെയ്യുന്ന ഈ ടെക്കിയുടെ പേരാണ് സുരേഷ്. പ്രൊജക്ടിലെ ഹീറോ ആണ് താനെന്നാണ് സുരേഷിന്റെ ഭാവം. ഇപ്പൊ എന്തോ ഒരു ചെറിയ സീരിയൽ പ്രൊഡക്ഷൻ ഇഷ്യൂ ഫിക്സ് ചെയ്തിട്ട് താനെന്തോ ഭയങ്കര സംഭവമാണെന്ന് ഗ്രൂപ്പ് ചാറ്റിൽ തള്ളി മറിക്കുകയാണ് പുള്ളിക്കാരൻ. ഇങ്ങനെ രാവിലെ എഴുതിയിട്ട് കുളിച്ച് ജപിച്ച് സ്ഥിരം പരിപാടി തുടങ്ങിയല്ലോ. ഗെയിം കളി പ്രൊഡക്ഷൻ ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് ഫിക്സ് ചെയ്ത് എല്ലാം ബ്രെയിനെല്ലാം ഓവർ ഹീറ്റായി പോയി. അപ്പൊ അത് കൂൾ ഓഫ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടീം തുടങ്ങുന്നേ ഉള്ളൂ. ഈ വെടിപൊട്ടിക്കുന്നതിന്റെ പകുതി ആ പൊടിയിൽ കാണിച്ചിരുന്നെങ്കിൽ അതെങ്കിലും ഇങ്ങനെ ഫോട്ടോ ശരിയാ. ഇതെന്താ നീ പക്ഷേ സ്കിറ്റ് വരാൻ പറ്റാറുണ്ടോ? ഒന്നുമില്ലടേ, ഇന്നൊരു ടീം മീറ്റിംഗ് ഉണ്ട്, ഒരു വീഡിയോ കോള്. ഒന്ന് ഇമ്പ്രഷൻ ഒക്കെ ചെയ്യിക്കണ്ടേ ഒരു ചാടക്ക്. അല്ല വേറെ ഒന്നുമില്ല, ഞങ്ങളുടെ മാനേജർ ഉണ്ടല്ലോ, അത്യാവശ്യം എല്ലാവർക്കും ഫ്രീഡം ഒക്കെ കൊടുക്കുന്നുണ്ട്. ഈ കോട്ടയ്ക്ക് വന്നിരിക്കുന്ന ടെക്കിയാണ് KP രൂപേഷ്. പണിയെടുക്കാൻ വല്ലാത്ത മഴയാണ് പുള്ളിക്കാരൻ. എന്തെങ്കിലും വർക്ക് തനിക്ക് അസൈൻ ചെയ്താൽ പുള്ളിക്ക് ടെൻഷൻ കൂടും. പിന്നെ ആ വർക്ക് ടീമിന് വേറെ ആരെങ്കിലും തലയിലേക്കിട്ട് ആശ്വാസം തരും. ഓഫീസ് ടൈമിൽ മനസ്സിൽ വെറുതെ തോന്നുന്നത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് ഇദ്ദേഹത്തിന്റെ മറ്റൊരു ആശ്വാസം. അതിന്റെ പേരിൽ എത്ര ഗുരുവായ വിളിച്ചാലും വീണ്ടും വീണ്ടും പോസ്റ്റിക്കൊണ്ടേയിരിക്കും. സുരേഷ അരി കഴിയിട്ടോടെ ഉച്ചയ്ക്ക് വന്ന ഞങ്ങളുടെ ഇന്ന് എന്റെ ലവലയാ. അരിട്ടോ ബെഞ്ചിന് ഞാൻ കണ്ടിട്ട് കുഴപ്പമൊന്നും തോന്നുന്നില്ല. അപ്പൊ നമുക്ക് ലഭിച്ചില്ലേ? ഒന്ന് സമാധാനപ്പെടുക. കുക്കർ ഓൾറെഡി പ്രോഗ്രാമറാ. ഷാർപ്പ് 12 മണിക്ക് ചോറ് റെഡിയാവും. സിക്കാണെങ്കിൽ ഞങ്ങളെ കൂടെ റൂമിൽ പോയി എന്ത് സിക്ക്? കുറെ സിക്ക് ലീവ് ബാലൻസ് ഉണ്ട്. എന്നാ പിന്നെ അത് വെറുതെ ലാപ്സ് ആയി പോവാതെ എഫിഷ്യന്റ് ആയി യൂട്ടിലൈസ് ചെയ്യാന്ന് വിചാരിച്ച് കുറെ സിനിമ OTT-യിൽ റിലീസ് ആയിട്ടുണ്ട്. ഇന്ന് തന്നെ എല്ലാം കണ്ടു തീർക്കണം. ഇപ്പോ ഹെഡ്ഫോൺസും തലയിൽ വെച്ച് വന്നിരുന്നവരാണ് നികേഷ്. OTT-യിൽ സിനിമ കാണുന്നല്ലേ, പിന്നെ ട്രിപ്പിന് പോകുന്നതാണ്. എന്ത് വന്നാലും അങ്ങനെ സുരേഷും അവരുടെ വർക്ക് ഫ്രം ഹോം ലൈഫ് നമ്മുടെ വേഗസ്റ്റ് രണ്ടുപേരും കൺഫേം അല്ല. പിന്നെ അല്ല, അതിന് ആര് ലീവ് എടുക്കുന്നത്? ഇതിലെ ഫ്ലൈറ്റ് ആൻഡ് ഹോട്ടൽ ലീവല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. വർക്ക് ഫ്രം ഹോം അല്ലേ, വാഗസ്റ്റിൽ നൈറ്റ് ലൈഫ് അല്ലേ മെയിൻ. നമ്മൾ ആസ് യൂഷ്വൽ ഡേ ടൈമിൽ ഹോട്ടൽ റൂമിൽ നിന്ന് വർക്ക് ചെയ്യുന്നു, നൈറ്റ് അടിച്ചു കളിക്കുന്നു. പിന്നെ ഞാൻ കൺഫേം. ഗുഡ്. അയ്യോ മാനേജർ അടുത്ത ആഴ്ച ഒരു ഓഫീസിൽ ചെന്നേ. എന്റെ ടീമിലെ എല്ലാവരും പോണോ? ഒരു മിനിറ്റ്, ഞാൻ സാഹിത്യനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഇല്ല, എനിക്ക് മാത്രം. ടീമിലെ എല്ലാവർക്കും അത്യാവശ്യം ഫ്രീഡം തരുന്ന ആളായിരുന്നല്ലോ നിങ്ങളുടെ മാനേജർ. അറിയില്ലേ, എന്നാലും നിന്റെ അടുത്ത് മാത്രം എന്തായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? നീ അങ്ങനെ FP ജീത്ത വിളിക്കാൻ പറ്റുമോ? A team can only be as good as a boss എന്ന് പറഞ്ഞ് ഒരു ജോക്കറിന്റെ പടം വെച്ച് ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു ഫേസ്ബുക്കിൽ. ശവത്തി കുത്താതെ അതിനങ്ങനെ ഇത്ര ഓഫുണ്ടാവണം ആവശ്യമുണ്ടാകും. തീരെയില്ല. നീ ഇതിനു മുമ്പ് അങ്ങനത്തെ പണി കൊടുത്തിട്ടുണ്ടല്ലോ. അതിനിപ്പോ നീ ഇന്നലെ എപ്പോഴാണ് പോസ്റ്റ് ചെയ്തത്? അത് ഇന്നലെ ആ മീറ്റിംഗിന്റെ ഇടയ്ക്ക് ബോറടിച്ചപ്പോൾ.
ഇനിയപ്പോ വേറെ റീസൺ ഒന്നും നോക്കണ്ട, ഇത് തന്നെ കാര്യം. ഗൈസ്, വർക്ക് ഫ്രം ഹോം അല്ലാതെ വർക്ക് ഫ്രം ഓഫീസ് ആയ നമ്മുടെ കാര്യം കട്ടപ്പുക, അടിച്ചുപൊളി എല്ലാം തീരും, അറിയാലോ. അങ്ങനെ നീ ഒന്ന് നേരിട്ട് കണ്ട് സോപ്പിട്ടാൽ എന്താ രക്ഷയുണ്ടോ? ഓ, അതൊന്നും നടക്കൂടെ. പുള്ളി ആളൊരു കിടന്നിട്ടാ. എന്നാൽ അങ്ങേർക്ക് ഒരു പണി കൊടുക്കാലോ, കൊട്ടേഷൻ പണി. ചുമ്മാ തമാശ പറയാതെ അതൊക്കെ നമുക്ക് തന്നെ പണിയാണ്. വരട്ടിയാലും തല്ലിയാലും ഒന്നും അങ്ങനെ തീരുമാനം മാറ്റാൻ. തീരുമാനം മാറ്റിക്കാനുള്ള ടെക്നിക്കൊക്കെ അറിയുന്ന ഒരാളുണ്ട്. ആരാണ്? ബ്രോണ്ണൻ. ബ്രഹ്മൻ? ബ്രണ്ണനും പൊണ്ണനും ഒന്നും അല്ല, ബ്രോ അണ്ണൻ. ആളൊരു സൈക്കോ ആണ്. നീ ഞാൻ കണ്ടിട്ടുണ്ടോ? നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഇതിൽ ഫോൺ നമ്പർ ഉണ്ട്, ഒന്ന് വിളിച്ചു നോക്കിയാലോ. എന്താ പറയുക? ഷാലി? എന്നാ പിന്നെ ഒരു കാര്യം നോക്കാം. ബ്രോമനെങ്കിൽ ബ്രോമൻ. നമസ്കാരം ബ്രോണ്ണ. അണ്ണന്റെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. സോറി, നിങ്ങൾ എവിടെ അഡ്രസ് പറ. നമ്മ നേരിട്ട് ഇൻ പേഴ്സൺ വന്ന് സെറ്റ് ആക്കാം. അതാണ് നമ്മുടെ രീതി. ഓ ശരി കേട്ടാ, അങ്ങനെ ആവട്ടെ. നമ്മുടെ അഡ്രസ് 1010 വാക്ക്വേ ബ്ലൂമിംഗ്ടൺ. 10 ഓക്കെ ഓവർ തന്നെ അവിടെ കണ്ടേക്കാം. എന്തായി പുള്ളി വരുമോ? അണ്ണൻ വരും, എല്ലാം ശരിയാകും. ഇല്ലെങ്കിൽ അണ്ണൻ ശരിയാക്കും. നമ്മ ഇവിടെ ബീഡപ്സിൽ ഇങ്ങനെ ചില്ലടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴല്ലേ നിങ്ങൾ വിളിക്കുന്നത്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം, ബ്രോ അണ്ണൻ ഐ ആം ചീഫ് ബോഡിഗാർഡ്. അയ്യേ ചാമി. വേറൊരു കാര്യം, അണ്ണൻ അല്പം ഈഗോയിസ്റ്റിക് ആണ്, പിന്നെ ഇച്ചിരി എസെൻട്രിക്കും. അതുകൊണ്ട് നിങ്ങൾ നോക്കി കണ്ടൊക്കെ വേണം. അണ്ണനെ നിങ്ങൾ ഒരിക്കലും അൺകംഫർട്ടബിൾ ആക്കാൻ പാടില്ല. ഇനി അങ്ങനെ അത് സംഭവിച്ചാൽ പിന്നെ പുള്ളിയെ വിചാരിക്കില്ല. അത് നമ്മൾ സൂക്ഷിച്ചോളാം. ചേട്ടന്റെ പേര് പറഞ്ഞില്ലല്ലോ. ഐ ആം ജപ്പാൻ, RA ജപ്പാൻ. നൈസ് ടു മീറ്റ് യു. ആയേ രായപ്പൻ. നോ, ജസ്റ്റ് ഓൺലി ജപ്പാൻ. അപ്പൊ ഞാൻ അണ്ണനെ കൂട്ടി വരാം. പുള്ളി പുറത്ത് വണ്ടിയിലിരിക്കുക. നേരത്തെ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. May I come in? ഡ്രൈവർ എന്നെ എഴുതി കൊള്ളാം. ബ്രോ എന്നെ എപ്പോ വരും? എടാ, നിനക്കിതൊന്നും അറിയത്തില്ലേ? ഇതാണ് ബ്രോ അണ്ണൻ. കണ്ടില്ലേ ആ അടിപൊളി ഫ്ലാഷ് ചെയ്ത്? വെള്ളം ഇട്ട് വന്നപ്പോ ഞാൻ കരുതി ജപ്പാനെ സൂക്ഷിക്കാൻ പറ. പറഞ്ഞിട്ടുണ്ടെന്നാ പിള്ളേർക്ക് ഒരു കൺഫ്യൂഷൻ ആയതാ. Let's talk business. Let me introduce myself. Call me bro. പേര് പറയണ. റൂപേഷ് അമ്മ. സുരേഷ്. നികേഷ്. അപ്പോ ആർക്ക് വേണ്ടിയാ കൊട്ടേഷൻ? രൂപേഷിന് വേണ്ടിയാണോ? ജപ്പാനെ ശ്രദ്ധിക്കൂ, നോട്ട് ചെയ്യൂ, മിസ്റ്റേക്ക് വരില്ല. ശരിയെന്നാ. എടാ പോയ ഒരു പേരെന്താ? പറ, ഹേലി. എന്റെ ബോസ് ഒരു ഇമെയിൽ അയച്ച് അടുത്ത ആഴ്ച മുതൽ ഓഫീസിൽ പോകണം. അത് പിന്നെ എല്ലാരും ഓഫീസ് പോയല്ലേ ജോലി ചെയ്യുന്നത്. എന്തുവാണ് ഇതാണ് വലിയൊരു കാര്യം? ഇതിനാണോ നീയൊക്കെ കൊട്ടേഷൻ എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്? അതങ്ങനെയല്ല അണ്ണാ, ഞാൻ പറയാം. ഇവനോട് മാത്രം പുള്ളി വർക്ക് ഫ്രം ഹോമിന് പറ്റില്ലെന്ന് പറഞ്ഞു.
ബാക്കി ടീം മെമ്പേഴ്സ് എല്ലാവർക്കും വർക്ക് ഫ്രം ഹോം തന്നെ. ബോസ് അവനിട്ട് പണി കൊടുത്തതാണ്. മോനെ നികേഷേ, നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ കാര്യങ്ങളിലെല്ലാം ക്ലിയറും കണ്ടോലൻസ് ആയി പറഞ്ഞു. മോനെ പരമേഷ്. പരമേശ് അല്ല, രൂപേഷ്. യെസ്, രൂപേഷ്. നിന്റെ ഈ ബോസ് നിനക്ക് സാലറി ഒക്കെ കറക്റ്റായിട്ട് തരുന്നുണ്ടല്ലോ അല്ലേ? സാലറി ഒക്കെ പക്ക കറക്റ്റാണ്. നോട്ട് ചെയ്ത ജപ്പാനെ, അപ്പൊ നമുക്ക് കൊട്ടേഷൻക്ക് പേയ്മെന്റ് പ്രോംപ്റ്റ് ആയി കിട്ടും. അണ്ണൻ എങ്ങനെ എത്ര വലിയ സംഭവമായത്? ജപ്പാനെ പറഞ്ഞുകൊട്. ഏതാണ് സൂപ്പർമാൻ? അല്ല, എന്നാ കേട്ടോ. അണ്ണൻ കുട്ടിക്കാലത്ത് റോബിൻ ഹുഡിന്റെ വലിയൊരു ഫാനായിരുന്നു. ഈ റോബിൻ ഹുഡ് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അല്ലേ? പിന്നെ അറിയാമോ, റോബിൻ ഹുഡ് നമ്മൾ കുറെ കാശ് കൊടുത്തിട്ട് പൊട്ട ആ റോബിൻ ഹുഡ് അല്ല. ഈ പണ്ട് പാവങ്ങളെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് സഹായിച്ച നല്ല മനുഷ്യനില്ലേ, നമ്മുടെ ഈ കായംകുളം കൊച്ചുണ്ണിയൊക്കെ പോലെ. അണ്ണൻ ആദ്യമായി പുള്ളിയുടെ വീട്ടിന്റെ അടുത്ത് താമസിച്ചിരുന്ന ഒരു ക്രൂരനായ മുതലാളിയുടെ 1 ലക്ഷം രൂപ കൊള്ളയടിച്ചു. എന്നിട്ട് അതിൽ 99,000 രൂപയും പാവപ്പെട്ടവർക്ക് കൊടുത്തു അല്ലേ? അല്ല, അങ്ങനെ എടുത്തു. ബാക്കി ഗ്രാമത്തിലെ പാവപ്പെട്ട 100 പേർക്ക് വെച്ച് നൽകി. ദാറ്റ് വാസ് ഹിസ് ഡീലിംഗ്. ആ ബെസ്റ്റ്. മോഷണം ഇത് ക്രിമിനൽ ഒഫൻസ് അല്ലേ? Criminal. If you dare to say that once more, Anand will pull your right arm. ഇത് നിങ്ങൾക്ക് ലാസ്റ്റ് വാർണിംഗ്. വെറുതെ ചൊറിയാൻ വരരുത്. അവരൊരു സംശയം ചോദിച്ചല്ലേ അണ്ണനൊന്ന് ശ്രമിച്ചേ. അണ്ണ, ഈ കൊട്ടേഷൻ പണിക്കൊക്കെ പോകുമ്പോ അണ്ണൻ എന്തൊക്കെ ടൂൾസാ കൊണ്ടുപോവാൻ? തോക്കൊക്കെ ഉണ്ടാവുമല്ലേ? ഗൺ. നീ കൊള്ളാട മോനെ, ഇവന്മാർ പോലെ അല്ല. തൂ ഹമാരാ ബന്ദാ ഹൈ. എടാ, ഈ സ്റ്റേറ്റിലെ ഗുണ്ടകൾക്ക് ഗൺ സപ്ലൈ ചെയ്യാൻ ആരാണെന്ന് അറിയുമോ? അത് വിട്, ഈ കൺട്രിയില് 50% ഗുണ്ടകൾക്ക് ഗൺ സപ്ലൈ ചെയ്യാൻ ആരാണെന്ന് അറിയാമോ? ജപ്പാനെ ഒന്ന് പറയാൻ തന്നു. ഓ സോറി. ഈ അണ്ണനെ മരങ്ങളെ പിടിക്കാനാറിയാവോ? അതേടാ, അണ്ണാനെ മരം കീടാൻ പഠിപ്പിച്ചത് ഈ ബ്രോണ്ട്, മുതലെ നീന്താൻ പഠിപ്പിച്ചത് ഈ ബ്രോണ്ട്. ഇനി നിങ്ങൾ കണ്ടുകേട്ട് പ്രായമുണ്ട് ഉണ്ടാക്കിയിട്ട് ഈ ബ്രോണ്ട്. ഞാൻ ഓർത്തു അണ്ണനെ പൊട്ടാത്ത പോക്കറ്റിൽ ഇപ്പോൾ പൊട്ടിയിരുന്നു. ജപ്പാനെ നമുക്ക് പോകാം. നമുക്ക് ഈ കൊട്ടേഷൻ വേണ്ട. നിങ്ങളൊക്കെ നന്നായി വരും. ഞങ്ങളാ നിങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞതല്ലേ, അണ്ണനെ വളരെ അൺകംഫർട്ടബിൾ ആക്കരുത്. ഇപ്പൊ കഴിഞ്ഞു. അണ്ണാ, ഒരു ചാൻസ് കൂടി കൊടുക്കണ്ട. അതൊന്നും ശരിയാക്കില്ല. മോനെ, അടുത്ത ആഴ്ച പ്യൂരിയുടെ പരിപാടിയുണ്ട് ബ്രിഡ്ജിന്റെ താഴെ. നീ വരണം. ശ്രമിക്കണം. നീ മാത്രം. അങ്ങനെ വെറുതെ ചൊറിയാൻ പോയിട്ടല്ലേ. ഞാനും ജപ്പാൻ ചേട്ടനും അപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ടാന്ന്. ഒരു അണ്ണൻ അങ്ങനെ പോയത് നന്നായി. ഇല്ല, ഞാൻ പിടിച്ചു കൊടുക്കണം. എന്തൊക്കെ ബഹളമായിരുന്നു. അണ്ണൻ വരും, എല്ലാം ശരിയാക്കും. അവന്റെ ഒരു ഊറ കെട്ടപ്പും ഡാൻസും പൊട്ടാത്ത കണ്ണും ഒരക്കട മുഴുവൻ. പിന്നെ ഒരു രായക്കനും. രൂപേഷേ, നീ കഴിഞ്ഞതെല്ലാം മറക്ക്. ഇതാ നമ്മുടെ ലാസ് വേഗസ് ബുക്കിംഗ് കൺഫർമേഷൻ. എന്തൊക്കെ പോയി അവന്റെ ഒരു ലാസ് വേഗാസ് സംഭവമായിട്ട്. രൂപേഷേ, നീ വിഷമിക്കാതെ നമുക്ക് എല്ലാത്തിനും വഴിയുണ്ടാക്കാം. ഇവിടെ എനിക്ക് ഐഡിയ നമ്മൾ ഈ ബ്രോണനെ ഏൽപ്പിച്ച പണി
നമുക്ക് തന്നെ എന്തുകൊണ്ട് ചെയ്തുകൂടാ? Are you guys saying? In. അയ്യോ, നിങ്ങളോട് ഈ പാട്ട് നിങ്ങൾ കേട്ടോ? ഇല്ല. കൈയടിക്കുന്ന സമയം കാരണം